നമുക്ക് ആശ്വാസം തരുന്നൊരു വാർത്ത എത്തുന്നത് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ സഹായവുമായി എത്തുന്നു എന്നതായിരുന്നു. അതിൽ ശ്രുതിയുടെ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിനു ശേഷം, ശ്രുതിയുമായി നമ്മളന്ന് ഈ രാവിലെ ഈ സംഭാഷണം നടത്തിയതിനു ശേഷം ഒരുപാട് പേർ ശ്രുതിയെ സഹായിക്കാൻ വേണ്ടി പേഴ്സണലായിട്ടും അതല്ലാതെ നമ്മുടെ ചാനലുകൾ വഴിയും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ശ്രുതിയെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ, കേരളത്തിൻ്റെ മകളായി ശ്രുതിയെ ഏറ്റെടുക്കുകയാണ് കേരളം. സഹായവുമായി നിരവധി പേരാണ് വിളിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ശ്രുതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ജോലി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ സാവധാനം കടക്കും. മറ്റുള്ളവരും ഇപ്പോൾ നിലവിൽ 6 മാസത്തേക്ക് ഈ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാലുമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ശ്രുതിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ആവശ്യമുണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ 15,000 രൂപ വീതം മാസം കൊടുക്കാം 6 മാസത്തേക്ക് നമുക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വയനാട് ജില്ലാ പ്രസിഡന്റ് ജോജിൻ പി ജോയ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജോജിനും ശ്രുതിക്ക് എന്തോ ഒരു സഹായം വാഗ്ദാനം ചെയ്യാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജോജിൻ നമുക്കൊപ്പം ഉണ്ട്. ജോജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജോജിൻ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു. പൊതുവെ കാലാവസ്ഥ എങ്ങനെയുണ്ട് വയനാട്ടിൽ? മഴയുണ്ടോ? ഇന്ന് ഇല്ലല്ലോ. മഴ ഇന്ന് ചെറിയൊരു ചാറല് രാവിലെ തൊട്ടുണ്ട്, മൂടലുണ്ട്. ഇന്നലെ രാത്രി ചെറിയ മഴയുണ്ടായിരുന്നു. ഓക്കെ ജോജിൻ, ഞാനന്ന് ശ്രുതിയുമായി സംസാരിച്ചത് ജോജിൻ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? ശ്രദ്ധിച്ചിരുന്നു, കേട്ടിരുന്നു. എനിക്ക് തോന്നുന്നു ശ്രുതിയെ ഇപ്പോൾ കേരളത്തിന്റെ മകളായി കേരളം ഒന്നാകെ ചേർത്തു പിടിക്കുകയാണ്. ജെൻസൺ കൂടി ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ പ്രത്യേകിച്ച് ബന്ധുക്കളുണ്ടെങ്കിലും ഒരു കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു പോയല്ലോ. 6 മാസത്തേക്ക് ആ കുട്ടിക്കിനി പുറത്തുപോയി ജോലി ചെയ്യാനും കഴിയില്ല. ജോജിൻ, ഇന്ന് നിങ്ങൾ ഒരുപാട് പേർക്ക് സഹായം നൽകുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിൽ ശ്രുതിക്ക് എന്താണ് നിങ്ങൾ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. അതായത് നമ്മൾ ചൂരൽമലയില് ഉപജീവനം നഷ്ടപ്പെട്ടു പോയ വ്യാപാരികൾ, അവർക്ക് വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായധന വിതരണമാണ് ഇന്ന് കൽപ്പറ്റയിൽ ജില്ലാ വ്യാപാരവില വെച്ച് നടക്കുന്നത്. അത് ഏകദേശം 2.25 കോടിയോളം രൂപ വരുന്ന ഒരു ആദ്യഘട്ട സഹായധനമാണ് ഇന്ന് കൊടുക്കുന്നത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ശ്രുതിയും, കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കേരളത്തിന്റെ ഒരു കണ്ണീർ ഓർമ്മ നമ്മുടെ ഒരു സഹോദരിയായി മാറി ശ്രുതി. ആ ശ്രുതിയുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒന്നാമത് ഇപ്പോൾ ട്രീറ്റ്മെന്റിലുമാണ് ഉള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് ശ്രുതിക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഇന്ന് ശ്രുതിയുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ശേഷം കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് ഏകോപന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപ ശ്രുതിക്ക് കൈമാറും അല്ലേ? അതെ. 3 ലക്ഷം രൂപ ഇന്ന് കൈമാറും. ഞങ്ങൾ അന്ന് ശ്രുതിയുമായി സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറയായിരുന്നു, ഒരുപാട് പേര് വരും ശ്രുതി, അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല 6 മാസം ആ സഹോദരങ്ങൾക്കുള്ള ജോലിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഈ മരണത്തിന് ശേഷം, ഈ അപകടത്തിന് ശേഷം 10-41 ദിവസം ഇവർ ജോലി സ്ഥലത്ത് നിന്ന് മാറുന്നപ്പോൾ ആ ജോലിയും പോയി. അതിന് തൊട്ടു പിന്നാലെ അപകടമുണ്ടായി. അതിനുശേഷവും സഹോദരങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിഞ്ഞില്ല. തീർച്ചയായിട്ടും ആ 3 ലക്ഷം രൂപ അവരെ സംബന്ധിച്ച ഒരു ആശ്വാസമായിരിക്കും ജോജിൻ. അതെ. ഇപ്പൊ വാടക വീട്ടിലാണ് അവർ കഴിയുന്നത്. അവർക്ക് വാടക വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ, കഴിഞ്ഞ ദിവസം കുറച്ച് ആളുകൾ എന്തൊക്കെയോ സാധനങ്ങൾ കൊടുത്തു എന്ന് മനസ്സിലാക്കുന്നു. ഇനി അവർക്ക് ആ വീടുകളിലേക്ക് എന്തെങ്കിലും ഫർണിച്ചറുകളോ മിഷനറി സാധനങ്ങളോ ശ്രുതി ചേരുന്നുണ്ട്. ശ്രുതി, ഗുഡ് മോർണിംഗ്. ശ്രുതി, ഗുഡ് മോർണിംഗ് സർ. കാലെങ്ങനെയുണ്ട്? വേദന കുറഞ്ഞോ? കുറച്ച് വേദന. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ രാവിലെ? ഇല്ല, ഞാൻ ഇപ്പൊ എണീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം എണീറ്റ് വന്നേ ഉള്ളൂ അല്ലേ? അപ്പം ശ്രുതി, എണീറ്റ് വന്ന പാടെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ, ചെറിയ സന്തോഷ വാർത്ത. ഞങ്ങളുടെ കൂടെ ഉള്ളത് വയനാട് ജില്ലാ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ വയനാട്ടിലുള്ള ജില്ലാ പ്രസിഡന്റ് ജോജിൻ പി ജോയി ആണ്. അപ്പൊ ജോജിൻ തന്നെ നേരിട്ട് ശ്രുതിയോട് ഈ കാര്യം പറയും. ജോജിൻ നേരിട്ട് പറഞ്ഞോളൂ ശ്രുതിയോട്. ശ്രുതി മോളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മോളെ സഹായിക്കുന്നതിനായിട്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു 3 ലക്ഷം രൂപ മോൾക്ക് തരുന്നുണ്ട്. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മോളുടെ വീട്ടിൽ വന്ന് കൈമാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. റിപ്പോർട്ടറിന്റെ പ്രതിനിധികളും ഉണ്ടാവും. ഞങ്ങൾ വന്ന് മോൾക്ക് അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൈമാറാം. അതോടൊപ്പം തന്നെ മോൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ വേണമെങ്കിൽ, ഫർണിച്ചറുകളോ മറ്റു സാധനങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് നമുക്ക് സംഘടിപ്പിച്ച് തരാം. അതും തരാൻ നമ്മൾ തയ്യാറാണ്. ശ്രുതി, സന്തോഷമായോ? ശ്രുതി, ഒരു കാര്യം കൂടി, ഇപ്പൊ ജോജിൻ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് വന്ന് ചർച്ച ചെയ്തപ്പോൾ കുറച്ച് ഫർണിച്ചർ എന്തോ അവിടെ കുറവുള്ളത് പോലെ തോന്നിയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്രുതി? ചില ഫർണിച്ചേഴ്സിന്റെ കുറവുണ്ട്. അത് നമ്മുടെ ഈ സഹോദരിയുടെ വീട്ടിലും എന്തോ ഫർണിച്ചറിന്റെ കുറവുണ്ട് അല്ലേ? ഉണ്ട്. അപ്പൊ അതൊന്നും ഇന്ന് ജോജിനോട് പറയുമോ? പറയാം. അത് ജോജിൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുത്തോളാം. അപ്പൊ ജോജിൻ, ശ്രുതി ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശ്രുതി വീട്ടിലുണ്ടാവുമല്ലോ? വീട്ടിൽ തന്നെ ആയിരിക്കും, എവിടെ പോകാനല്ലേ? അതെ, ഇവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ജോജിൻ എപ്പോഴായിരിക്കും ഏകദേശം വരിക? ജോജിൻ
ഉച്ചയ്ക്ക് ശേഷമാവാനോ ഞങ്ങൾക്ക് ഇന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വയനാട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. സംസ്ഥാന ഭാരവാഹികൾ പ്രസിഡന്റ് അടക്കം ഇവിടെ ഉണ്ട്. ശരി. അപ്പോൾ ആ മീറ്റിംഗ് ഒരു 2 മണിയോടെ തീരും. അതിനുശേഷം ഞങ്ങൾ പോകുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ മുഴുവൻ അംഗങ്ങൾക്കും ഇന്ന് അവിടെ യോഗം ചേരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സ്നേഹവും നന്ദിയും സുധിക്ക് വേണ്ടി കൂടി അറിയിക്കണം. താങ്ക് യു ജോജിൻ പി. അപ്പൊ സുധിയുടെ വീട്ടിലേക്കുള്ളതും സുധിയുടെ സഹോദരിയുടെ വീട്ടിലേക്കുള്ളതുമായ ഫർണിച്ചറുകൾ അടക്കം എല്ലാ കാര്യങ്ങളും ഇന്ന് ഇപ്പോൾ ജോജിൻ വീട്ടിൽ വന്നതിന് ശേഷം പൈസ തന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും കേട്ടോ. അപ്പൊ ഇനി 6 മാസത്തേക്ക് സുധിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. 6 മാസം കഴിഞ്ഞ് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ശരി, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൂ രാവിലെ. താങ്ക് യു. സുധിയാണ് നമുക്കൊപ്പം ചേർന്നത്. സുധിയെ സഹായിക്കാൻ ജോജിൻ പിയും കൂടി എത്തിച്ചേർന്നു. അപ്പോൾ സഹായം ഇങ്ങനെ വരണം അല്ലേ, ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ചേർത്തു പിടിച്ചു തന്നെ നമ്മൾ നിൽക്കണം. അവൾക്ക് ഒരു ചെറിയ ചിരി സമ്മാനിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമ്മൾ വലിയ ധന്യരായല്ലോ. കാരണം ഇത്തരം ദുരന്തമൊക്കെ നമ്മളുടെ മനസ്സിലും നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾ പെട്ടെന്നൊരു അപകടത്തിൽ നഷ്ടപ്പെടുമ്പോൾ നിങ്ങളുടെ വേദന ഒന്ന് മനസ്സിലാക്കൂ. അങ്ങനെ ഒരു കുടുംബത്തിലെ 7-8 പേര് ഒരുമിച്ച് നഷ്ടപ്പെടുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.